ഹലോ ഹലോ ചേട്ടാ ചേട്ടാ എന്താ കാര്യം എന്താ എന്തു പറ്റി? ലോകത്തൊരാളിനോട് ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അറിയാവോ? എന്താ ചേട്ടാ? എന്നെ വഞ്ചിച്ചു, പറ്റിച്ചു, ചീറ്റിച്ചു. ഇല്ല, ചീറ്റിച്ചില്ല, ചീറ്റ് ചെയ്തു. ആര്? ആര്? ഞാനോ? അശ്വതിയാ? സത്യമാണോ? അല്ല, ഇത് മോശമല്ലേ? അത് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അല്ല അങ്ങനെ ചെയ്തെങ്കിൽ മോശമാണ്. ഇയാളെ അറിയാനും കൂടെ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെ പിന്നെ ഒരാൾ ഇത്രയും ധൈര്യമായിട്ട് വന്ന് ഇവിടെ ഈ ഫ്ലോറിൽ വന്ന് ഇങ്ങനെ പറയൂ? അത് മാത്രമല്ലെന്ന്, മോഹനനോ കൃഷ്ണൻകുട്ടിയാണോ? അല്ലല്ല, രാധാകൃഷ്ണനായിരിക്കും. അല്ലെന്ന്, അതല്ലെന്ന്. ഞാൻ ഒന്ന് പറയട്ടെ, നിങ്ങളൊന്ന് അടക്കും, ഞാൻ ഒന്ന് പറയട്ടെ. മോഹനനോ ഈ ഒരു വാഗ്ദാനം കൊടുക്കുന്നു. മോഹന വാഗ്ദാനം പറ്റിച്ചു. ഇല്ലെന്ന്, പറ്റിച്ചു. സത്യമായിട്ടും ഇല്ല. ഇല്ല, അല്ലെങ്കിൽ പിന്നെ ആൾ ഇങ്ങനെ വന്ന് ഇവിടെ പറയത്തില്ല. കണ്ടിട്ട് ഭ്രാന്തൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഒരേ ഒരാളെ പറ്റിച്ചുള്ളൂ, പുള്ളി അങ്ങ് ദുബായിലുണ്ട്. പിന്നെന്താണ് ഇയാള് വന്നിങ്ങനെ ബഹളം വെക്കുന്ന കാര്യം? പറ, എന്താ വിഷയം? എന്താന്ന് പറ. അത് വളരെ മോശമായി പോയിട്ട്. ഇല്ല, സത്യമായിട്ടും ഇല്ല ചേട്ടാ. നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടെ ഞാൻ അങ്ങനെ ഒരാളെ പറ്റിക്കുന്ന ടൈപ്പാണോ? 10 മനുഷ്യരെ അറിയണ ആളല്ലേ അശ്വതി, ചാനലിലൂടെ ഒക്കെ. അങ്ങനെയുള്ള ഒരു വ്യക്തി അമ്മാവന്റെ പ്രായമുള്ള ആളെ പറ്റിക്കാൻ മോശമല്ലേ പോയി? അമ്മാവൻ ആരാടാ? അമ്മാവൻ ഈ അങ്കിളിന്റെ പ്രായമുള്ളവരെ പറ്റിച്ച മോശം. അങ്ങോട്ട് വന്നോണ്ടല്ലേ അപ്പൊ പിരിയമ്പടി ഞാൻ പിടിച്ചാൽ ഉറച്ചു കളയും കേട്ടോ, പറഞ്ഞേക്കാം. അങ്കിളെന്ന് എന്നെ കയറി അങ്കിള്. പിന്നെ ചേട്ടാ ചേട്ടാ വിളിക്കാം. ചേട്ടൻ എന്താ കാര്യം? പറ. കാര്യം എന്താന്നു? ഈ കുട്ടി ഒരു മുളകുപൊടിയുടെ പരസ്യത്തിൽ അഭിനയിച്ചില്ലേ? ഏത്? ചറപറ മുളകുപൊടി. ആ മുളകുപൊടി ഞാൻ വാങ്ങിച്ചു. കറി വെച്ച് കഴിക്കണം. അതല്ലെന്ന്, അതുപടി എന്നെ പറ്റിച്ചെന്ന്. എങ്ങനെ പറ്റിച്ചെന്ന്? ഞാൻ ഈ മുളകുപൊടി മേടിച്ചു, അതിന്റെ കവർ പൊട്ടിച്ചു. കവർ പൊട്ടിച്ചപ്പോ കാറടിച്ചു. നടുറോട്ടിൽ നിന്ന് കവറ് പൊട്ടിച്ച് കണ്ണി പോയിച്ച് കാറടിച്ചതിന് ഈ കൊച്ചെന്നാ ചെയ്തേ? ഞാൻ എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്താണ് കേൾക്കുന്നത്? കവറ് പൊട്ടിച്ചപ്പോ കാറടിച്ചു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കവർ പൊട്ടിച്ചപ്പോ കാറിടിച്ചെന്നാണോ പറഞ്ഞത്? പിന്നെ കവർ പൊട്ടിച്ചപ്പോൾ അതിനകത്ത് സ്ക്രാച്ച് ആൻഡ് വിന്ന് വഴി എനിക്ക് കാറടിച്ചു. അടിപൊളിയാ, നല്ല കാര്യല്ലേ? അത് ചതിയാണോ? അത് ചതിയല്ലേ? എന്നിട്ട് വലിയ ഫംഗ്ഷൻ ഒക്കെ നടത്തി എനിക്കൊരു താക്കോലും തന്നു. അത് ഹാൻഡ് ഓവർ ചെയ്യുന്ന ചടങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. താക്കോല് തന്നത് ഈ കുട്ടിയാണ്. അത് സന്തോഷിക്കല്ലേ വേണ്ടതിന്? കാറിന് താക്കോല് എങ്ങനെ സന്തോഷിക്കും? ഈ താക്കോല് വെച്ച് ഏത് കാറ് തുറക്കാൻ പറ്റും? നിങ്ങളൊന്ന് പറ. ഇത് പറ്റിയില്ലല്ലേ? ചീറ്റിക്കലല്ലേ ഇത്? ചേട്ടാ, ഇത് ഡമ്മി തന്നതാണ്. ഡമ്മിയോ? ദേ കള്ളത്തരം പറയുന്നത് കേട്ടോ. ഈ കുട്ടിയാണ് എനിക്ക് തന്നത്. ഈ ഫോട്ടോ വരെ ഇരിപ്പുണ്ട്. കാറ് തരുന്ന ഈ താക്കോല് തരുന്ന ഫോട്ടോന്റെ ഇരിപ്പ്. എന്നിട്ട് പറയാം ഡമ്മിയെ പിടിച്ചതിനിടയിൽ ഇടണ്ട കേട്ടോ. ചേട്ടാ, അങ്ങനല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് തന്നാന്ന്. കണ്ടോ? ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് തന്നത്. ഒറിജിനൽ മറിച്ചു വിറ്റു. ഒറിജിനൽ മറിച്ചു വിറ്റിട്ട് എനിക്ക് ഡ്യൂപ്ലിക്കേറ്റ് തന്ന്. ആരെങ്കിലും ഈ വിവരദോഷം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എന്റെ ചേട്ടാ, എന്നെ പറ്റിച്ചെന്ന് ഇതാണ് ഞാൻ പറഞ്ഞത്. ചേട്ടനെ ആരും പറ്റിച്ചിട്ടില്ല. പിന്നെ ചേട്ടന് നിങ്ങളുടെ ഷോറൂമിൽ ചെന്നാൽ മതി, ചേട്ടന് കാറ് കിട്ടും. ഏത്? ഇനി ഞാൻ ഷോറൂമിലോട്ട് ചെല്ലട്ടെ, അവരെന്നെ പിടിച്ചിട്ടിടിക്കാൻ. ഇത് താക്കോലും കൊണ്ട് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ പറ്റിയിരിക്കാരനാന്നും പറഞ്ഞ് അവരെന്നെ ഇടിക്കത്തില്ലേ? തനിക്കറിയാവോ, ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. കുടുംബം നോക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. നിങ്ങൾ ഇതുവരെ സംസാരിച്ച് നമ്മളൊന്നും മിണ്ടില്ല. നിങ്ങളെ പോലെ നമ്മളും കുടുംബം നോക്കുന്ന ആൾക്കാർ തന്നെയാണ്. അതെ, കുടുംബം നോക്കി ജീവിക്കുന്നവരാണ് ഞങ്ങൾ. മീൻ വെട്ടും പാത്രം കഴിവും അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അധ്വാനിച്ച് ജോലി ചെയ്ത് ജീവിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചേട്ടാ, ഞങ്ങൾ ഇവിടെ നിന്ന് ജോലിയാ ചെയ്യണേ. എന്താ ജോലി? ഞങ്ങൾ ജോലി ചെയ്യണേ. ചുമ്മാ കസേരയിരുന്ന് ചളുവടിക്കുന്നതാണോ ജോലി? ഇവിടെ ഒരു ഒറ്റ ഫോൺ കോൾ ഞാൻ ബംഗാളിലോട്ട് ചെയ്താലുണ്ടല്ലോ, ഒരു ലോറി ആൾക്കാർ ഇവിടെ വന്ന് നിരകം. അറിയാവോ എന്തിനാണ് നിങ്ങൾ കൈയും കാലും ഇല്ലാത്തവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിരക്കാൻ പോണത്? താക്കോല് കയറ്റി ഞാൻ കൊല്ലുന്നു. നിങ്ങൾ ഒരു ലോഡ് ആൾക്കാരെ കൊണ്ടുവന്നോ? പ്രശ്നമൊന്നും. അപ്പൊ നിങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്നുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണിത്. എല്ലാം കൂടെ ഒത്തു കളിച്ചിട്ട് പൂന്തോട്ടത്തിൽ വന്ന് പാത്തിരിക്കുക അല്ലേ? നിന്നെയൊക്കെ വണ്ട് കുത്തിച്ചാവും. പിന്നെ പൂവിനകത്ത് ഫ്ലൈറ്റ് വന്നിരിക്കോ? വണ്ട് വന്നു. ഒരു ലോഡ് ആൾക്കാരെ ഇറക്കുന്നു പറഞ്ഞില്ലേ? പറഞ്ഞു. അത് ഏതെങ്കിലും കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, ഏതെങ്കിലും ഒരുത്തിനെങ്കിലും ഒരു കലാബോധമുള്ളവനായിരിക്കണം. നിങ്ങളെ പോലെ ആവരുത്. ആളുകളെ ആക്ഷേപിക്കുന്നത് സൂക്ഷിച്ചു വേണം. എന്താ? എന്റെ കുടുംബത്തെ പറ്റി നിങ്ങൾക്ക് അറിയാമോ? എന്താണ്? എന്റെ കഴിവുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ. എന്റെ അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെങ്ങനെ നിങ്ങളുടെ അച്ഛനെ പറ്റി ഞങ്ങൾ കേൾക്കുന്നത്? യേശുദാസാണോ? ബാഹുബലി വീശി എറിയുന്ന പോലെ ഞാൻ എറിഞ്ഞാൽ കൊന്നു. കഴുത്ത് ഖഡ്ഗം ഞാൻ നിങ്ങൾ അച്ഛന്റെ കാര്യം പറ. എന്താന്ന് വെച്ചാ പറ. അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശസ്തനായിട്ടുള്ള ഒരാളായിരുന്നു.
ചൂണ്ടുമർമ്മം അറിയാവുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ. ചൂണ്ടുമർമ്മം. അച്ഛൻ്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ ആനയെ ചൂണ്ടുവിരലിൽ നിർത്തുക എന്നുള്ളതായിരുന്നു. എന്നിട്ട് നിർത്തിയാ? അത് ആഗ്രഹം സാധിച്ചില്ല. പക്ഷെ ആന ആ ആഗ്രഹം സാധിച്ചു. എനിക്ക് മനസ്സിലായില്ല അത്. അല്ല, അത് മനസ്സിലായില്ല. ആനയ്ക്ക് ചൂണ്ടുവിരലില്ലല്ലോ. ഇല്ല, പക്ഷെ 2 കൊമ്പുണ്ടല്ലോ. അത് ചൂണ്ടുവിരലാക്കി അച്ഛനെ ഇങ്ങനെ ചൂണ്ടി ഇങ്ങനെ നിർത്തി. അടുത്ത ആഴ്ച 1-ാം ചരമവാർഷികമാണ്. അങ്ങനെ സാധിച്ചു. നിങ്ങളുടെ അച്ഛന്റെ കഴിവ് പറഞ്ഞ ഇവിടെ ആളാവാൻ നോക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പറ. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കഴിവുണ്ടോ? അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്റെ കഴിവ് ഞാൻ കാണിച്ചു തരാം. ആ വായിക്കും ഇങ്ങോട്ട് അമ്മച്ചി. ഹലോ, ചെക്ക് ചെക്ക് ചെക്ക്. പ്രിയമുള്ളവരെ, യുവമാരുടെ മുമ്പിൽ ഞാൻ എൻ്റെ കഴിവൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. യുവമാരുടെ മുന്നില്? പിന്നെ അല്ലാതെ ഞങ്ങൾ ജഡ്ജസ് ആണ്. തൂക്കിക്കൊല്ലുന്നൊന്നും അല്ലല്ലോ. അവിടെ അടങ്ങിയിരി. കുറച്ചേ ഞാൻ കാണിക്കും. കുറച്ചുമൊക്കെ കുറച്ച് കാണിക്കും. വൃത്തിയായിരിക്കണം. അത് കേട്ടിട്ട് പറഞ്ഞാൽ മതി. 1-ാം കണ്ടത്തിൽ തഴുത നിരത്തി തകതൈതോം തെയ്തോം താരാം. 1-ാം കണ്ടത്തിൽ തഴുക നിരത്തി തകതൈതോം തെയ്താരാം. 1-ാം കണ്ടത്തിൽ തഴുത നിരത്തി തകതൈതോം തെയ്തോം താരാം. 1-ാം കണ്ടത്തിൽ തഴുത നിരത്തി തകതൈതോം തെയ്തോം താരാം. കൈതപ്പൂറമേറി നില്ലടി പെണ്ണേ തകതൈതോം തെയ്തോം താരാം. കഴുകപ്പൂറമേറി നില്ലടി പെണ്ണേ തകതൈതോം തെയ്തോം താരാം. കൈതമാറിയുമ്പ പെണ്ണും മാറിയും തകതൈതോം തെയ്തോം താരാം. 1-ാം കണ്ടത്തിൽ തഴുക നിരത്തി തകതൈതോം തെയ്തോം താരാം. കൈതമാറിയുമ്പ പെണ്ണും മാറിയും തകതൈതോം തെയ്തോം താരാം. കൈതമാറിയുമ്പ പെണ്ണുമാറിയും തകതൈതോം തെയ്തോം താരാം. ആടിക്കുഴഞ്ഞു വരവതുമുണ്ടേ തകതൈതോം തെയ്തോം താരാം. ആടിക്കുഴഞ്ഞു വരവതുമുണ്ടേ തകതൈതോം തെയ്തോം താരാം. ആടിക്കുഴഞ്ഞു വരവതുമുണ്ടേ തകതൈതോം തെയ്തോം താരാം. ആടിക്കുഴഞ്ഞു വരവതുണ്ടേ തകതൈതോം തെയ്തോം താരാം. 2-ാം കണ്ടത്തിൽ കൈത നിരത്തി തകതൈതോം തെയ്തോം താരാം. 2-ാം കണ്ടത്തിൽ തഴുക നിരത്തി തകതൈതോം തെയ്തോം താരാം. കൈതപ്പുറമേറി നില്ലടി പെണ്ണേ തകതൈതോം തെയ്തോം താരാം. കഴുകപ്പുറമേ നില്ലടി പെണ്ണേ തകതൈതോം തെയ്തോം താരാം. കൈതമറിയുമ്പോ പെണ്ണും മറിയും തകതൈതോം തെയ്തോം താരാം. കഴുകമറിയുമ്പ പെണ്ണുമറിയും തകതൈതോം തെയ്തോം താരാം. കൈതമറിയുമ്പോ പെണ്ണും മറിയും തകതൈതോം തെയ്തോം താരാം. കഴുകമറിയുമ്പ പെണ്ണുമറിയും തകതൈതോം തെയ്തോം താരാം. അടിപൊളിയേട്ടാ. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളി, സൂപ്പർ ആയിരുന്നു കേട്ടോ. സൂപ്പർ നന്നായിരുന്നു. ഞാനും എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ക്ഷമിച്ചേക്കാം. അയ്യോ സോറി കേട്ടോ. പറയാൻ കഴിവുണ്ടെന്ന് ഞങ്ങൾ അറിയില്ല. അറിയുന്നില്ലല്ലോ. സംസാരം കേട്ടോ വിചാരിച്ചില്ല ഇത്രയും ഭയങ്കരനാണെന്ന്. നിങ്ങൾ ബംഗാളിൽ നിന്ന് ആൾക്കാരെ ഇറക്കേണ്ട ഒരു കാര്യം മതിയല്ലോ. നിങ്ങൾ മതി. പക്ഷേ എന്റെ പൈസയും അല്ലെങ്കിൽ കാറും. അയ്യോ, കാറിപ്പോ തരാനോ അതാ കമ്പനിക്കാരോട് ചോദിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ എന്താ ചേട്ടാ? കമ്പനി? ഒരു കമ്പനിയില്ലല്ലോ. ഒരു കമ്പനിയും വേണ്ട. എന്നെ പറ്റിച്ചല്ലേ? അല്ല ഞാൻ കാറല്ലെങ്കിൽ കാശ്. ചേട്ടാ കഴിവ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കഴിവ് ഏകദേശം കഴിവ് മനസ്സിലായി. അപ്പൊ ഇനി എന്റെ ബുദ്ധിയുടെ ഞാൻ തെളിയിച്ചിട്ട് പോകാൻ പോകും. അതെ അശ്വതി, എന്തോ ഇതിപ്പോ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. എങ്ങനെയെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഷൂട്ട് നടക്കണ്ടേ? അഡ്ജസ്റ്റ്മെന്റ് ഒന്നും നടക്കില്ല. അല്ല ചേട്ടാ, അഡ്ജസ്റ്റ് നടക്കില്ല. അല്ല കാശ് ചേട്ടാ അതെ നമുക്ക് സെറ്റിൽ ചെയ്യാം. ഒന്നും വേണ്ട. സെറ്റിൽ വേണ്ട. കാറല്ലെങ്കിൽ കാശ്. ചേട്ടാ, സെറ്റിൽ നിന്ന് ഉദ്ദേശിക്കണ കാശ് മേടിച്ച് തരാന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചത്. എന്നോടോ? അല്ല ചേട്ടാ, സത്യം പറഞ്ഞ ഞാൻ ആ പരസ്യത്തിൽ പോയി അഭിനയിച്ചു ഇതൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആ അഭിനയം എന്റെ അടുക്കേ വേണ്ട. ആ അഭിനയം കൈവച്ചാൽ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യമൊക്കെ പുച്ഛെങ്കിൽ നല്ല ഉഗ്രനൊരു കലാകാരനാണ്. അതെ, അതുകൊണ്ട് അയാളുടെ സൈഡ് ഞാൻ നിൽക്കത്തുള്ളൂ. അതാണ്. മനസ്സിലായില്ലേ? അല്ല ചേട്ടൻ ഇപ്പൊ എന്താ വേണ്ട? പൈസ കൊടുക്കും. പൈസ ചേട്ടന് എത്ര രൂപ വേണം? 16 ലക്ഷം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് പോയേട്ടാ. 16 ലക്ഷം ആര് പറഞ്ഞു? പിന്നെ അല്ലേ ആ മുളകുകളുടെ കാശ് എനിക്ക് തരണം. ഒരു കവർ മുളകുകളുടെ കാശ് എനിക്ക് തരണമെന്ന്. എത്ര രൂപ? 16 രൂപ. ആ ചേട്ടാ, ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല. ആരെങ്കിലും തൽക്കാലത്തേക്ക് ഒന്ന് കൊടുക്കുവാണെങ്കിൽ 16 രൂപ. 16 രൂപ ഞാൻ തരാം. അല്ല, ഈ കുട്ടിയല്ലേ തരണത്. ഞാൻ കൊടുത്തോളാം. നിങ്ങൾ ഇത്തിരി മാന്യത ഉള്ളവരാട്ടോ. 20 രൂപയുണ്ട്.
അയ്യോ ചില്ലറയില്ല. അത് കുഴപ്പമില്ല. 4 രൂപ എടുത്തോ ബാക്കി. ആണോ? ആ ഇന്ന് ആരെയാണോ കണി കണ്ടത്? അപ്പോൾ ആ താക്കോല് ഞാൻ തരാം അതിന്. ഇതാകെ ആടെ നടക്കുന്നു ഇവിടെ താക്കോല്. അവനെ പാട്ടുപാടി ഇപ്പൊ എന്റെ കഴിവ് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ ഈ കാസിയ മേടിച്ചെടുത്തപ്പോഴേ ഇപ്പൊ എന്റെ ബുദ്ധി കൂടെ നിങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധി ഉള്ളത്. 16 ലക്ഷത്തിന്റെ കാറ് തന്നിട്ട് 16 രൂപ മേടിച്ച് മിടുക്കൻ. ഉഗ്രം ബുദ്ധിയാണ് കേട്ടോ. താങ്ക് യു. കളയരുത് ബുദ്ധി. ഞാനങ്ങോട്ട് വെയിൽ കൊള്ളരുത് കേട്ടോ.